ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറൊന്നുമല്ല. ഞാനൊരു ആവറേജ് പ്രേക്ഷകൻ മാത്രമാണ്. ബേസിക്കലി ഐ എം എ സർജൻ. ഞാൻ 27th ഒരു 15 മിനിറ്റ്സ് നമ്മുടെ എമ്പുരാൻ സിനിമ കണ്ടു, ലുലു മാളിൽ വെച്ച്, ട്രിവാൻഡ്രം. അപ്പോൾ മോഹൻലാൽ വരുന്നതൊക്കെ കണ്ടു, അതുള്ള സത്യം. അപ്പോൾ മോഹൻലാൽ വരെ ഒത്തിരി വൈകിയതുകൊണ്ട് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനും എൻ്റെ വൈഫോടെ പോയിട്ട് സിനിമ കണ്ടു, ട്രിവാൻഡ്രത്ത് ഏരിയസ് പ്ലസിൽ. നല്ലപോലെ ആസ്വദിച്ചു. നല്ല സിനിമ. നമുക്കും വേണ്ടേ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ മൂവി. നമ്മുടെ ഇൻഡസ്ട്രിയും വലുതാണ്ടേ. തമിഴ്നാട്ടിൽ തെലുങ്കിലും ഒക്കെയും ജയിലറുണ്ട്, പുഷ്പയുണ്ട്, ബ്രഹ്മാണ്ഡ സിനിമയൊക്കെ ഉണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ബ്രഹ്മാണ്ഡ സിനിമ വന്നതിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഉണ്ടാക്കിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഈ സിനിമ ഒരു പരസ്യമില്ലെങ്കിലും ഓടുമായിരുന്നു എന്നുള്ളതാണ് ശരിക്കുള്ള പരമാർത്ഥം. അത് പ്രേക്ഷകരായ ഞങ്ങൾക്കറിയാം. പക്ഷേ സിനിമ എടുത്ത ആൾക്കാർ അതിനെ ഒരുപാട് സിനിമയിലേക്ക് അടുപ്പിക്കാനുണ്ട്, കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഒന്നും ആവശ്യമില്ലായിരുന്നു. പ്ലെയിനായിട്ട് റിലീസ് ചെയ്തിരുന്നെങ്കിലും എല്ലാവരും സിനിമ കാണുമായിരുന്നു എന്നുള്ളതാണ് സത്യം. എൻ്റെ അഭിപ്രായം മാത്രമാണത്. ശരിക്കും ഒരു ഇംഗ്ലീഷ് സിനിമ മലയാളത്തിലൂടെ എങ്ങനെ എടുക്കാം? ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ജെയിംസ് ബോണ്ട് എൻജോയ് ചെയ്തിട്ടില്ലേ? ടെർമിനേറ്റർ കണ്ടിട്ടില്ലേ? സോറോ കണ്ടിട്ടില്ലേ? ഈവൻ നമ്മൾ ഈ തെലുങ്ക്, തമിഴ്, കന്നഡ സിനിമകൾ ആസ്വദിക്കുന്നുണ്ടല്ലോ. സോ നമ്മുടെ ഇൻട്രസ്റ്റ് വലുതാകട്ടെ, നമുക്കൊരു ബ്രഹ്മാണ്ഡ സിനിമ വരട്ടെ, അഭിമാനിക്കാം. ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട് സിനിമയിൽ. ലുലുമാളി കണ്ടപ്പോൾ ഒരു നോയ്സാണ് അവിടെ, ശബ്ദമില്ല. ക്രമപ്പെടുത്തിയ ശബ്ദം കിട്ടിയത് ഏരിയസ് പ്ലസിലാണ്, ട്രിവാൻഡ്രത്ത്. നല്ല രസമുണ്ടായിരുന്നു ശബ്ദം. പിന്നെ ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയാണ് ഇടിപ്പടം. സ്ക്രിപ്റ്റും ഒരു ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ശരിക്കും വേക്കൻ്റാണ്. ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു ആവറേജ് മനസ്സിലാക്കാൻ വേണ്ടി പാടാണ്. അപ്പോൾ നാച്ചുറലി ഈ സിനിമ കൊമേഴ്ഷ്യലാക്കാനും സക്സസ് ഉണ്ടാക്കാനും ആൾക്കാർ ശ്രമിക്കും, അണിയപ്പുറത്ത് പ്രത്യേകിച്ചും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു സിനിമ ഒരു അവശ്യ ഘടകമല്ല ജീവിതത്തിൻ്റെ. നമ്മളിപ്പോൾ മെഡിസിൻ ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, ലോ ഉണ്ട്, ടെക്നോളജി ഉണ്ട്. സിനിമ ഒരു പാസീവ് സംഭവമാണ്. സിനിമ കൊള്ളാമെങ്കിൽ നാച്ചുറലി എല്ലാവരും വന്ന് കാണുന്നത്. ഇത് കൂടുതൽ പ്രഷറൈസ് ചെയ്യിച്ചു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അല്ലെങ്കിൽ നല്ലപോലെ ആൾക്കാർ കാണുമായിരുന്നു. എനിക്കൊന്നിനും കൂടുതൽ കസ്റ്റമേഴ്സ് കൂടുതൽ ആൾക്കാർ വന്ന് കാണുമായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ലൂസിഫർ 1 ഞാനത് ശ്രീകുമാർ തിയേറ്ററിൽ കണ്ടെന്ന് ഓർക്കുന്നത്, ട്രിവാൻഡ്രത്ത്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രമേയം ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ലേഡി കസ്റ്റമേഴ്സൊക്കെ ഇത് ബുദ്ധിമുട്ട് വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. പിന്നെ ഈ മഞ്ജു വാര്യരുടെ സെക്കൻഡ് ഹാഫിൽ അഭിനയം ഭയങ്കര ആൾക്കാർ ഇഷ്ടംപോലെ കൈയടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ കോസ്റ്റ്യൂംസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കുറച്ചുകൂടെ മാറ്റം വരുത്തേണ്ടതെന്ന് തോന്നി. സെക്കൻഡ് അവരുടെ ആ ഒരു ഡ്രസ്സിങ് എല്ലാം, ബോർഡേഴ്സും കളറൊക്കെ അത് അത്രയും കൂടെ പഞ്ച് തോന്നിയില്ല. പിന്നെ ലാലേട്ടൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ കോസ്റ്റ്യൂംസ് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഹാരിസൺ ഫോർഡ് പോലുള്ളൊരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂംസാണ് നന്നായിരുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇതെനിക്ക് അത്രയും കൂടെ രുചിച്ചില്ല. കുറച്ചുകൂടെ മസ്കുലനായിട്ട് തോന്നിക്കണമായിരുന്നെന്ന് തോന്നി. അതിൽ അങ്ങനത്തെ ഒരു പഞ്ചുള്ള ക്യാരക്ടറല്ലേ. പിന്നെ ഇടയ്ക്ക് സുരാജിൻ്റെ ഒരു ചെറിയ തമാശ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് ആവശ്യമില്ലായിരുന്നു. സിനിമ ഈ പാൻ വേൾഡാക്കാനായിട്ട് ആദ്യം ഇന്ത്യയിലൊരു റൈറ്റ്സ് കാണിച്ചു, പിന്നെ UAE കാണിക്കുന്നു, പിന്നെ സെനഗൾ, ഫ്രാൻസ്, UK, തിരിച്ച് വീണ്ടും ലാസ്റ്റ് ചൈനയല്ലേ കാണിക്കുന്നത്, അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പാൻ വേൾഡായി. പക്ഷേ അപ്പോൾ ഈ മലയാളത്തിലെ രീതിയിലുള്ള പാട്ടുകൾ ഒഴിവാക്കിയിട്ട് അവിടുത്തെ അതായത് കൺട്രിയിലുള്ള കൊച്ചു 30 സെക്കൻഡ്സിൻ്റെയും ഐക്കോണിക് സോങ്സ് ഇടായിരുന്നു, കുറച്ചുകൂടെ നന്നായി. പിന്നെ പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ലാലേട്ടൻ്റെ മകൻ വരുന്നുണ്ട് സിനിമയ്ക്കകത്ത്. അതുപോലെ തന്നെ ആന്റണി പെരുമാറിൻ്റെ മകനും വരുന്നുണ്ട്. അതെനിക്കറിയില്ലായിരുന്നു രണ്ടുപേരും. പക്ഷേ വൈഫാണ് പറഞ്ഞു തന്നത് ഇത് അവരുടെയൊക്കെ മക്കളാണെന്നുള്ള കാര്യം. ഇറ്റ് ഈസ് എൻ എക്സെപ്ഷണൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ മലയാളം മൂവി. ഹാറ്റ്സ് ഓഫ് ടു ഓൾ പീപ്പിൾസ്. ആ സിനിമയിൽ എടുത്ത എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. പിന്നെ ഈ ആന്റണി പെരുമാറിൻ്റെ റോള് കുറച്ചുകൂടെ പഞ്ചുള്ള ആൾ ചെയ്യുന്നു. നല്ല ഇൻഡസ്ട്രിയിൽ ഭയങ്കര മികച്ചു നിൽക്കുന്ന ഒരു ബാബു ആന്റണി പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ആൾക്കാർ. അദ്ദേഹം അത്ര ഒരു സിനിമ സ്റ്റാർട്ടുള്ള ആളല്ലല്ലോ.
അപ്പോൾ അതുകൊണ്ടൊരു ഓക്വേർഡ്നെസ് തോന്നി. മേ ബി എനിക്ക് തോന്നിയായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിനോടൊരു എക്സ്ക്യൂസ് പറയുന്നത് ഞാനിങ്ങനെ പറഞ്ഞതിൽ. പിന്നെ പറയാനുള്ളത്, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത്. എന്തായാലും സിനിമ നന്നായിട്ടുണ്ട്. ഇൻഡസ്ട്രിക്ക് ഒരു പുതിയൊരു അനുഭവമാണ്. പിന്നെ വയലൻസിൻ്റെ കാര്യം, വയലൻസ് ഇപ്പോൾ ന്യൂജൻ സിനിമയുടെ കുറച്ച് ഗൺ എഫക്ട്സ് കൂടുതലുണ്ട്. അപ്പോൾ അതിന് ഇനീഷ്യൽ വയലൻസ് കുറച്ച് ഉണ്ടായിരുന്നു, അത് അത്രയും വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്ക്രിപ്റ്റ് ഒത്തിരി പാളിച്ചകളുണ്ട്. മെയിനായിട്ടും ഇത്ര അധികം മാറ്റേഴ്സ് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ ഹാഫിൽ തന്നെ ഈ സിനിമയുടെ ഒരു ഗതി എല്ലാവരുടെയും മനസ്സിൽ രജിസ്റ്റേർഡ് ആവണം. അത് ഇതിൻ്റെ ഡിഫിക്കൽട്ടായിപ്പോയി. കാരണം ഒരു 5-6 സ്ഥലത്ത് ടെസ്റ്റ് ചെയ്ത് പോവുകയാണ്. 1, 2, 3, 4, 5. അപ്പോഴത്തേക്കും UK പോയിട്ട് വന്നു. അപ്പോൾ ഇത് സാധാരണ മനുഷ്യൻ്റെ അത്രയും പെട്ടെന്ന് സ്പീഡായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്ക് മാത്രം പറ്റുമായിരിക്കും. പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് ഇത്ര സ്പീഡിൽ ഒപ്പം ട്രാവൽ ചെയ്യാമെന്നുള്ള പറ്റുമെന്നുള്ള കാര്യം സംശയമുണ്ട്. പിന്നെ ഇത് കാണാനുള്ള കാരണം, ഞാൻ സെക്കൻഡ് ടൈം കണ്ടെന്ന് പറയാൻ പറ്റില്ല. ആദ്യം 50 മിനിറ്റ് കണ്ടു. ഇന്നലെയാണ് ഞാൻ ആസ്വദിച്ച് കണ്ടത്. ഇന്നലെ ശരിക്കും നമ്മൾ സിനിമയുടെ നിരൂപണത്തിന് വേണ്ടി പോയതാണ്. ഞാനും വൈഫ് നല്ലപോലെ എൻജോയ് ചെയ്ത സിനിമ. കീപ്പ് ഇറ്റ് അപ്പ്. ഇപ്പോൾ ഇങ്ങനത്തെ സിനിമ ഇൻട്രസ്റ്റിൽ വരട്ടെ, നന്നാവട്ടെ. നമുക്കും വേണ്ടേ ബ്രഹ്മാണ്ഡ സിനിമ. നമ്മൾ ഹോളിവുഡ് സിനിമ ഒന്നുമില്ലാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ ഒത്തിരി സിനിമകൾ. അപ്പോൾ അക്കൂട്ടത്തിൽ മലയാളത്തിന് അഭിമാനിക്കാം. നന്നായിട്ടുണ്ട്. എല്ലാവരും പോയി സിനിമ കാണണം, വിജയിപ്പിക്കണം. ലെറ്റ് ഇറ്റ് ബി. താങ്ക് യു ഓൾ.